Hello guys, once again welcome back to Darkwood VFX Studio. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ എപ്പിക് ഗെയിമിൽ നമ്മൾ ലൈബ്രറിയിൽ നമ്മൾ ഈ മാർക്കറ്റ് പ്ലേസിൽ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ ലൈബ്രറിയിൽ ഒരുപാട് നമ്മൾ ആഡ് ഓൺ ആയിട്ട് അതുപോലെ ക്യാഷ് ഫയലുകളായിട്ടാണ് ഇത് സേവ് ആകുന്നത്. അപ്പോൾ ഇത് സി ഡ്രൈവിൽ അല്ലെങ്കിൽ മാക്കിലാണെങ്കിൽ സിസ്റ്റം ഡ്രൈവിലാണ് ഇത് ഡൗൺലോഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ എൻ്റെ സിസ്റ്റം ഡ്രൈവ് ഫുള്ളായി, ഇനി ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ എത്തി. അപ്പോൾ ഞാനിതെങ്ങനെ ഇവിടുന്ന് മാറ്റുന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇതിൽ എഡിറ്റിംഗ് ഡെസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അൺറിയൽ എഞ്ചിനിൽ വന്നാൽ നമ്മൾ അൺറിയൽ എഞ്ചിൻ്റെ മൊത്തം വീഡിയോസ് ഇവിടെ മലയാളം വീഡിയോസും ഇംഗ്ലീഷ് വീഡിയോസും നമ്മളിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയൽസ് എല്ലാം ഇവിടെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് പെട്ടെന്ന് മുന്നോട്ടേക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ താഴേക്ക് ഇത്തിരി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് വാൾട്ട് ക്യാഷ് ലൊക്കേഷൻ എന്ന് കാണാൻ പറ്റും. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഈ ഫയലുകൾ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കിടക്കുന്നത് ആക്ച്വലി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്, അതായത് മാക് OS ഇരിക്കുന്ന അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിൽ സി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ OS ഇരിക്കുന്ന ഡ്രൈവിൽ യൂസറിൽ ഷെയ്ഡ് ഉണ്ടാവും. ഷെയ്ഡിൽ അൺറിയൽ എഞ്ചിൻ എന്ന് കാണാൻ പറ്റും. അൺറിയൽ എഞ്ചിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ചർ ഉണ്ടാവും. ലോഞ്ചറിൽ വാൾട്ട് ക്യാഷ് എന്നുള്ള ഈ ഒരു ഫോൾഡറിലാണ് കിടക്കുന്നത്. അത് വിൻഡോസിലാവുമ്പോൾ സിയിൽ പ്രോഗ്രാം ഫയലിൽ എപ്പിക് ഗെയിമിൽ ലോഞ്ചറിൽ വാൾട്ട് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡറായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി അതിനെന്ത് ചെയ്യാം, ആ ഒരു ഫോൾഡറിനെ അവിടെ മാറ്റിയേക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ മാറ്റണമല്ലോ അല്ലേ. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇവിടെ ബ്രൗസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഡ്രൈവിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വർക്കൊക്കെ ചെയ്യുന്ന അൺറിയൽ എഞ്ചിൻ്റെ ഒരു ഡ്രൈവ് ഉണ്ട്. അൺറിയൽ എഞ്ചിൻ്റെ ആ ഡ്രൈവിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്യണം. അവിടെ ഇനി ഒരു ഫോൾഡർ കൊടുക്കട്ടെ. മൈ ആസറ്റ്സ് എന്ന് കൊടുക്കാൻ പോകണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ക്യാഷെന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൈ ക്യാഷ് ഫയൽസ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും പേര് കൊടുത്തിട്ട് ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോൾഡർ ഒന്നും അങ്ങോട്ട് മാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ അൺറിയൽ എഞ്ചിൻ്റെ മൈ ആസറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ വാൾട്ട് ക്യാഷ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അവിടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫോൾഡറിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് അവിടെ കട്ട് ആൻഡ് പേസ്റ്റ് അടിക്കാം. വിൻഡോസിലാണെങ്കിൽ Ctrl+X കട്ട്, അതുപോലെ മാക്കിലാണെങ്കിൽ കമാൻഡ് C അടിച്ച് കോപ്പി അടിച്ച ശേഷം എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ വന്നിട്ട് കമാൻഡ് ഓപ്ഷൻ B അടിച്ച് കഴിഞ്ഞാൽ മൂവായി, അതായത് കട്ട് ആൻഡ് പേസ്റ്റ് ആയി. വിൻഡോസിലാണെങ്കിൽ ജസ്റ്റ് Ctrl+X Ctrl+V അടിച്ച് കഴിഞ്ഞാൽ കട്ട് ആൻഡ് പേസ്റ്റ് ആയി. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ വേണ്ട, പഴയ ലൊക്കേഷൻ തന്നെ മതി. ഇത് ഡിഫോൾട്ടായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് വീണ്ടും സെറ്റിങ്സ് തന്നെ വരിക. എഡിറ്റ് വാൾട്ടിൽ അവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് റീസെറ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ലൊക്കേഷന് പഴയ ലൊക്കേഷൻ തന്നെ ആയിരിക്കും. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.